വർണ്ണശബളമായ ഘോഷയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ആഘോഷലഹരിയിൽ തന്നെയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തിരുവനന്തപുരത്തിന്റെ തെരുവീഥികളിൽ ഈ കലാദൃശ്യങ്ങളൊക്കെ തന്നെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത്. ടി വി പ്രസാദ്, റോഷിപാലും സുനിഷ അയ്യലൂരും നമ്മോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഓണം ഇതാ കളറായി പൊടി പൊടിച്ച് അവസാനിക്കാറായി. പക്ഷേ തിരുവനന്തപുരത്തെ ആഘോഷം അത് അലയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മനോഹരമായ ഫ്ലോട്ടുകളാണ് അണിനിരന്നിരിക്കുന്നത്. കലാകാരന്മാരൊക്കെ തന്നെയും പ്രമുഖരൊക്കെ തന്നെയും അവിടെ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ഞാനിപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്ത മാനവീയം വീഥിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 140 ഫ്ലോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് അത്രത്തോളം ഫ്ലോട്ടുകൾ ഇനിയും വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ മെല്ലെയാണ് ഓരോ ഫ്ലോട്ടുകളും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായില്ല, അതിന് മുമ്പത്തെ വർഷം കുറച്ചുകൂടി വൈകിയിരുന്നു ഇതൊക്കെ വരുന്നതിന് വേണ്ടി. ഇത് മാനവീയ വീഥിയിലെ ജനക്കൂട്ടം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം വിനയ. വലിയ ജനക്കൂട്ടമാണ് റോഡിന് ഇരുവശങ്ങളിലുമായി. നേരത്തെ നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുന്നിൽ കണ്ടതുപോലെ തന്നെ വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. എല്ലാ വർഷവും വരുന്ന ആളാണോ? ഇവിടെ വീട് മണക്കാട്. എല്ലാ വർഷവും വരാൻ കാരണം കാണാൻ കൊതിയാണ്. നല്ലതാണ്. ഇഷ്ടമാണോ ഇത് കാണാൻ? എല്ലാ കൊല്ലം വരുമോ? ഓരോ വിഭാഗത്തിൻ്റെ ഫ്ലോട്ടുകളാണ് കടന്നു പോകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിൻ്റേത് 144ാമത്തെ ഫ്ലോട്ടാണ്. ഓരോ ഫ്ലോട്ടുകളും 3, 4, 5 ഫ്ലോട്ടുകൾ കഴിഞ്ഞ് ഒരു കലാരൂപം, ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വകുപ്പിൻ്റെ നേട്ടങ്ങൾ. അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമാകുന്നു. ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ ഫ്ലോട്ടാണ് അടുത്തതായി വരുന്നത്. ഇങ്ങനെ ഓരോ വകുപ്പുകളും അവരുടേതായ ഫ്ലോട്ടുകളിലൂടെ അവരുടെ കരുത്ത് കാണിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ റോഡിൻ്റെ ഇരുവശത്തും ധാരാളം ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് വരുന്നതിനും ഒരു തടസ്സമുണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ ആളുകൾ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഘോഷയാത്ര? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടമാണോ? ഏതാ ഭയങ്കര ഇഷ്ടമായത്? എല്ലാം ഇഷ്ടമായി. എല്ലാ കൊല്ലം വരുമോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. നമുക്ക് പറ്റാവുന്ന സമയത്ത് എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താ? നല്ലതാണ്. ഇതെങ്ങനെ ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് എല്ലാ വർഷവും വരുമോ? ഇഷ്ടമാണോ? ഇനി മാത്രമേ ഉള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായമുള്ളവർ വരെ വിനീത നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ആ സ്റ്റേജാണ് കാണുന്നത്. ഇവിടെ വെച്ചാണ് ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അവിടെ ഇപ്പോഴും ഒരു നിരവധി ഫ്ലോട്ടുകൾ ഇനിയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരാനുണ്ട്. കലാരൂപങ്ങൾ കടന്നു വരാനുണ്ട്. ഈ ഭാഗം ഇവിടെ കുറച്ചും കൂടി, അതായത് മാനവീയം വീതിയിൽ നിന്നുള്ള റോഡ് കയറി വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാ വർഷവും വരുമോ ഘോഷയാത്ര? ആദ്യമായിട്ടാണോ? എന്ത് തോന്നി കണ്ടിട്ട്? ആദ്യമായിട്ട് വന്ന ഒരാൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇഷ്ടമാണോ? ഇഷ്ടമായോ? കുട്ടികൾക്ക് ഇഷ്ടമായോ? എല്ലാ വർഷവും കാണുമോ? അല്ല ആദ്യമായിട്ടാണോ? എല്ലാ ദിവസവും കാണൂല. എല്ലാ ദിവസവും അല്ല, എല്ലാ വർഷവും ഉള്ളൂ. ഒരു വർഷത്തിൽ എല്ലാ വർഷവും കാണാറുണ്ട്. ഇപ്പോൾ ഇഷ്ടമായോ? ഇഷ്ടമായി. കുറേ ചിന്തിച്ചിട്ടാണെങ്കിൽ കൂടി ഇഷ്ടമായി എന്ന് പറഞ്ഞു. എല്ലാ വർഷവും വരുമോ? ഇഷ്ടമാണോ? എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമോ? എല്ലാവരും. ഇവരൊക്കെ ഈ സ്ഥലം കിട്ടണമെങ്കിൽ നേരത്തെ വന്നവരായിരിക്കും. ഇവരെല്ലാവരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവണം. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഘോഷയാത്ര? അടിപൊളിയാണ്. 28 വർഷം കൊണ്ട് ഇതോടുകൂടി ഓണം തീർന്നു. ഇതോടെ ഓണം തീർന്നു. അതൊരു കനകക്കുന്നിൽ പരിപാടിക്കൊക്കെ വരുമോ? വരും. എല്ലാം കാണാൻ വരും. ഇവിടെ തന്നെയാണ് ഒരാഴ്ച? ഞങ്ങളെ വീട് വിടാത്തന്നെ കവിടെയാറാ. എല്ലാ ദിവസവും വരാം. ഇങ്ങനെ ധാരാളം ആളുകൾ എല്ലാ ദിവസവും വരുന്നവരുണ്ട്. കലക്ട്രോണിന്റെ ഫ്ലോട്ടാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ പ്രജകളൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും വർത്താനൊക്കെ പറയുന്നു. ഹാപ്പിയാണോ? കുറെ ബുദ്ധിമുട്ടൊന്നും ജനങ്ങൾക്ക് എല്ലാം പ്രജകളെല്ലാം വർത്താനം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആളുകളോടൊക്കെ വർത്താനം പറയുന്നുണ്ട്. മാവേലി ഓരോ ഫ്ലോട്ടിന്റെ മുന്നിലും മിക്കവാറും ഓരോ മാവേലിയും അതുപോലെ തന്നെ കലാരൂപങ്ങളും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ കലക്ട്രോണിന്റെ ഒരു ഫ്ലോട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ പെട്ടെന്ന് വരാൻ കഴിയുന്നില്ല. വലിയ ജനക്കൂട്ടം. വിനീത നമുക്കിതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ വലിയ ജനക്കൂട്ടം വിനീത കാണാമെന്ന് കരുതുന്നു. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനവീയം വീതിയിലേക്കുള്ള റോഡ് കയറുന്ന സ്ഥലം, അതുപോലെ തന്നെ വെള്ളയമ്പഴം ജംഗ്ഷൻ്റെ തൊട്ടിപ്പുറമാണ് ഈ മാനവീയം വീതി. അതുകൊണ്ട് 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോട്ട് വളരെ മെല്ലെയാണ്
വരുന്നത്. അതിൻ്റെ ഒരു ഗ്യാപ്പ് ഇവിടുന്ന് അങ്ങോട്ടേക്കുണ്ട്. നമുക്കിപ്പോൾ കാണാം ഏതാണ്ട് 100 മീറ്റർ അപ്പുറമാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് പോയ ഫ്ലൗട്ട് ഉള്ളത്. അതിവിടെ ഒരു ഗതാഗത തടസ്സം പോലെ ആളുകൾ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആളുകൾ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നതാണ് ഈ ഓണം ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്നൊഴിയാൻ എടുക്കുന്നുണ്ടല്ലേ? ഓണിലെല്ലാം എടുക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ഫ്ലാറ്റുകളെല്ലാം എടുക്കും. കൊള്ളാമോ പരിപാടി? കൊള്ളാം, നല്ല പരിപാടിയല്ലേ. കഴിഞ്ഞ തവണത്തൊക്കെ അപേക്ഷിച്ച് കൊള്ളാമോ? അതെ, ഓരോ കൊല്ലം കഴിയുന്നവരും മെച്ചപ്പെടുന്നുണ്ട്. ഓരോ കൊല്ലം കഴിയുന്നവരും പുരോഗമനപരമായിട്ടുള്ള ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണ? ക്രമം തെറ്റിയാണ് പോകുന്നത്. പ്ലോട്ടിന് കറക്റ്റായിട്ട് നല്ല സന്തോഷത്തിലാണല്ലോ. ഇതിനോട് ഓണങ്ങ് കഴിഞ്ഞു അല്ലേ? ഓണമെല്ലാം കഴിഞ്ഞു. പരിപാടി കാണാൻ വരാറുണ്ടോ? ഇല്ല ഇല്ല. കണ്ട് കുറച്ച് കണ്ട്. ഇഷ്ടമാണോ പരിപാടി? ഇഷ്ടമാണോ? ഇതിനോടുകൂടി ഓണങ്ങ് കഴിഞ്ഞു അല്ലേ? ആ ഒരു സങ്കടമുണ്ടോ? ഉണ്ട്. പിണറായിയുടെ ഓണാഘോഷം വളരെ ഗംഭീരം. LDF സർക്കാരിനോട് ഇതിൻ്റെ അഭിനന്ദനങ്ങളാണ് ഇതെല്ലാം. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഭരണം ഇത് കാഴ്ചവെക്കുകയാണ്. സാധാരണ ജനങ്ങൾക്കും പാവങ്ങൾക്കും ഇതുപോലുള്ള ഒരു ഓണാഘോഷം കാണാനുള്ള ഒരു അവസരം ഒരുക്കി വെച്ചത് സന്തോഷം. പിണറായി വിജയന്റെ സർക്കാർ നല്ല രീതിയിൽ ഭരിക്കുന്നു എന്നാണ് ചേട്ടൻ ഇപ്പോൾ നമ്മോട് പറയുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണാഘോഷം? എങ്ങനെയുണ്ട് ഓണം? ഓണം വളരെ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. ഇനി പക്ഷേ അടുത്ത ഒരു വർഷം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അടുത്ത ഓണത്തിന്. ഇഷ്ടമായോ? കൊള്ളാമോ? വലിയ ജനക്കൂട്ടമാണ് ഇവിടെ എങ്ങും. നമുക്ക് കാണാം സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവർ എല്ലാവരും അടക്കമുള്ളവർ വളരെ വലിയ ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നു. എവിടുന്നാ വരുന്നേ? പാലക്കാട്. പാലക്കാട്. ഇതെന്താ ഇതിന്റെ പേര്? അതൊരു തെയ്യം വേഷം പോലെയാണ് അവിടെ. കലാരൂപം. കലാരൂപമാണ്, പാലക്കാട്ടിലെ കലാരൂപമാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ജനക്കൂട്ടം? എങ്ങനെയുണ്ട്? അപ്പൊ കഴിഞ്ഞ അടിപൊളി. ആദ്യമായിട്ടല്ല ഇത്ര ആളുകളുടെ പരിപാടി പങ്കെടുക്കുന്നത്? ഇത്ര ആളുകളുടെ പരിപാടി പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. പാലക്കാട് നിന്നുള്ളവരാണ് കാണുന്നത്. ഇതാ മറ്റൊരു കലാരൂപം നമുക്ക് കാണാം. ശരി പ്രസാദ്, അങ്ങനെ ആൾക്കൂട്ടം ഓരോരുത്തരായി ഈ കലാരൂപങ്ങളെല്ലാം കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്.